ഹായ് ഹായ്. അതെ, ലിസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ട്രൈ ഔട്ട് ചെയ്യുന്നത് ഒരു പരിപ്പ് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ അത് പരിപ്പ് നമ്മൾ സാധാരണ പരിപ്പിന്റെ പലതരം വെറൈറ്റി ഡിഷുകൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പൊതുവെ ഞങ്ങൾക്ക് പരിപ്പ് ഡിഷുകളെല്ലാം ഇഷ്ടമാണ്. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങള് പരിപ്പിന്റെ വേറൊരു ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല കിട്ടു ടേസ്റ്റ്. അതിലേക്ക് നന്നായിട്ട് ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ഒരു ടച്ച് ഉണ്ട് അതിനൊരു ടേസ്റ്റ് വരും. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോ, എന്നിട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കമന്റ്സിൽ വന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ നോട്ടിഫിക്കേഷൻ കിട്ടിട്ട് നമ്മുടെ വീഡിയോ എല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ തൂവരപ്പരിപ്പാണ് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. അതൊരു 1/2 കപ്പ് എടുത്ത് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് വേവിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ സവാള, 2 വലിയ തക്കാളി, പിന്നെ 2-3 പച്ചമുളക് ഇട്ടോ, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ച്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെറിയൊരു കറുവട എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഇതിലേക്ക് ഇടുക. തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി വേവിക്കും. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് അതൊന്ന് നന്നായി വേവണ വരെ, അതായത് 1-2 വിസിലടുപ്പിക്കാം കേട്ടോ. പരിപ്പ് നന്നായിട്ട് വേണം. അപ്പൊ നമ്മുടെ പരിപ്പ് എല്ലാം വെന്തുണ്ടോന്ന് വിചാരിക്കുക. തുറന്നു നോക്കാം. കറക്റ്റ് ആയില്ലോ, കറക്റ്റ് ഭാഗമാണല്ലോ. കറക്റ്റാണ്, നന്നായി വെന്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇത് നല്ല ജീരകം പൊടിച്ചതാണ് 1 ടീസ്പൂൺ, പിന്നെ കസൂരി മേത്തിയാണ്. അതാണ് ഇതിന് നോർത്ത് ഇന്ത്യൻ. അതെ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കണം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പൊടികള് അല്ലെങ്കിൽ അത് കരിയും, കരിഞ്ഞ മണം വരും, പിന്നെ നമുക്ക് ടേസ്റ്റ് മാറും. അതെ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കസൂരി മേത്തി കേട്ടോ. ഇനി വന്നാലും ഉണ്ട്, ഇനിയും ടിപ്പുകളുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് ചൂട്ടോടെ അങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റ് ആയില്ലേ. ഒന്നും പറയണ്ട, ഇപ്പൊ തന്നെ കണ്ടു നോക്കി. ഇപ്പൊ ഇത് കാണുന്നു വേണ്ട, ഈ മണം തന്നെ സ്മെല്ലില് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. നെയ്യും കൂടി ഒഴിച്ചപ്പോ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇതിപ്പോ ചോറിന്റെ മുകളിലൊക്കെ തൊഴിച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരിക്കും.